ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ കല്യാണിയുടെ അമ്മയാണെങ്കിൽ കല്യാണി മരിച്ചെന്ന് കരുതി ഇവിടെ പ്രകാശനും അമ്മൂമ്മയും സന്തോഷിക്കുകയാണെന്നൊക്കെ കിരണിനോട് പറയുന്നു. കിരൺ ആണെങ്കിൽ അമ്മയെ ആശ്വസിപ്പിച്ചിട്ട് ഫോണൊക്കെ വെക്കുന്നു. കിരൺ ആണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം പാറുവിനോടും പറയുകയാണ് കല്യാണി മരിച്ചെന്ന് കരുതി പ്രകാശനും അമ്മൂമ്മയും അവിടെ ആഘോഷിക്കുകയാണെന്ന്. പാറു അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ മരണം പ്രകാശൻ്റെ കൂടെ അറിവോടാണോ എന്ന്. കിരൺ പറയുന്നു അതിന് സാധ്യതയില്ല എന്ന്. പാറു ചോദിക്കുന്നു അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന്. കിരൺ പറയാണ് മോളോട് അത് പറയാൻ പറ്റാത്ത കാര്യമാണെന്ന്. പാറു പറയാണ് കല്യാണിയാണെങ്കിൽ എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടേ മുകളിലോട്ട് പോകത്തുള്ളൂ. അതുമാത്രമല്ല കല്യാണി ആൻറ്റി ആണെങ്കിൽ എത്ര പാവമാണ്, എല്ലാവർക്കും നല്ലത് വരണമെന്നും പറഞ്ഞ് എന്തുമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും ആൻറ്റിയുടെ നന്മ മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാറു ഒരുപാട് കരയുന്നു. കിരൺ ആണെങ്കിൽ പാറുവിനെ ചേർത്ത് പിടിക്കുകയാണ്. കിരൺ ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കല്യാണിയോട് റെഡിയായി നിൽക്കാൻ പറയുന്നു പോകാൻ വേണ്ടി. കിരണും പാറുവും ആണെങ്കിൽ കിരണിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ സരയുടെ അമ്മ പറയാണ് മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വരാൻ പറയുന്നു. പാറു അപ്പോൾ പറയുകയാണ് എനിക്കൊന്നും കഴിക്കാൻ വേണ്ട എന്ന്. അതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കിരണും പാറുവും പറയുകയാണ് കല്യാണിയെക്കുറിച്ച് ഒരു വിവരവുമില്ല, അവൾക്ക് എന്തോ അപകടം പറ്റിയെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. സരയും രാഹുലുമാണെങ്കിലും അവിടേക്ക് വരുന്നു. എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ കിരൺ പറയാണ് കല്യാണിയെക്കുറിച്ച് ഒരു വിവരവുമില്ല, ജെറിയാണെങ്കിലും ഒന്നും തുറന്ന് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കിരൺ വിഷമിച്ച് നിൽക്കുകയാണ്. രാഹുൽ അപ്പോൾ പറയുകയാണ് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണം നടത്താമെന്നൊക്കെ. ഇവിടേക്കാണെങ്കിൽ ഒരു കാർ വരികയാണ്. കാറിൽ നിന്നാണെങ്കിൽ ബൈജു വരുന്നു. ബൈജു ആണെങ്കിൽ കിരണിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ജെറി എന്നെ വിളിച്ചിരുന്നു, അളിയനോട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നോട് പറഞ്ഞത്. കൊക്കയിലാണെങ്കിൽ ഒരു ബോഡി കണ്ടുകിട്ടിയെന്നാണ് പറയുന്നത്, അത് കല്യാണിയാണോ എന്ന് സംശയമുണ്ടെന്ന് പറയുന്നു. കിരൺ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് വേദനിക്കുന്നു. കിരണിൻ്റെ വേദന കണ്ടിട്ട് രാഹുൽ പറയാണ് നീ വിഷമിക്കാതെ, അത് കല്യാണി ആയിരിക്കത്തില്ല എന്ന്. കിരൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ കല്യാണി എവിടെ പോയെന്ന്. സരയുവാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ മനസ്സിൽ പറയാണ് അവൾ ചത്ത് മുകളിലേക്ക് പോയെന്ന്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കിരണിൻ്റെ ഭാവം പെട്ടെന്ന് മാറുന്നു. കല്യാണി എവിടെയെന്നുള്ളതിന് ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് കിരൺ പറയാണ്. അത് കഴിഞ്ഞ് പാറുവിനെ നോക്കുന്നു. പാറുവാണെങ്കിൽ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പാറു ആണെങ്കിൽ കല്യാണിയും കൂട്ടിയിട്ട് വരുന്നു. ശരിക്കുമാണെങ്കിൽ എല്ലാവർക്കും ഷോക്കാകുന്നു. സരയുവിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ തല ചുറ്റുന്നുണ്ട്. കിരൺ ആണെങ്കിൽ സരയുവിൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ആൻറ്റിക്ക് എന്താ തല കറങ്ങുന്നുണ്ടോ എന്ന്. അപ്പോൾ പറയാനില്ല എന്നൊക്കെ. കിരൺ ആണെങ്കിൽ കല്യാണിയെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ് ഇവൾ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാണ്, എനിക്കൊരു കുടുംബമുണ്ടെങ്കിൽ അത് നയിക്കാൻ പോകുന്നത് ഇവളായിരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇവളെ മരണത്തിന് പോലും വിട്ടുകൊടുക്കത്തില്ല എന്നൊക്കെ പറയാണ്. രാഹുൽ അപ്പോൾ ചോദിക്കുകയാണ് നീയൊക്കെ എന്തുവാ നാടകം കളിച്ചതാണോ എന്ന്. അത് കേൾക്കുമ്പോൾ ബൈജു പറയാണ് നാടകം കളിച്ചത് നിങ്ങളും നിങ്ങളുടെ മകളുമാണെന്ന്. രാഹുലാണെങ്കിൽ എടാന്നും പറഞ്ഞ് അടിക്കാൻ ബൈജുവിനെ ചെല്ലുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുന്നുണ്ട് അവനെ തൊട്ടു പോകരുത്, കൊക്കയിൽ നിന്ന് ബോഡി കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ മുഖത്തെ ഭാവം ഞാൻ കണ്ടതാണെന്നൊക്കെ പറയുന്നു. പാറു ആണെങ്കിൽ സരയനോട് ചോദിക്കുന്നുണ്ട് നീയൊക്കെ എന്തിനാടി ജീവിച്ചിരിക്കുന്നതെന്ന്. സരയു അപ്പോൾ നിർത്തടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ് അവളോട് നിർത്താൻ പറയാൻ നിനക്ക് എന്താണ് അവകാശമെന്ന്. അവിടേക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ രൂപ വരുന്നു. രൂപയോടാണെങ്കിൽ കിരൺ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. കല്യാണിയെ ജാക്സൺ എന്നാൾ കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. അതിൻ്റെ പിന്നിലാണെങ്കിൽ സരയുവിൻ്റെ അച്ഛനുമാണെന്നൊക്കെ. സരയുടെ അച്ഛനുമാണെങ്കിൽ അത് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. അത് കേൾക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ജാക്സനെ ഇപ്പോൾ തന്നെ പോലീസിന് വിട്ടുകൊടുക്കും, എന്നിട്ട് നിങ്ങളെ 3 പേരും ഇപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുകയാണ്. സരയുടെ അമ്മ അപ്പോൾ പറയണം അതിലെനിക്കൊരു പങ്കുമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാണ് കാര്യങ്ങൾ അറിഞ്ഞതെന്ന്. ബൈജു അപ്പോൾ പറയാണ് കൂട്ടത്തിൽ തലച്ചോറ് കുറഞ്ഞ ആളാണെങ്കിൽ സത്യം തുറന്നു പറഞ്ഞെന്ന്. കിരൺ പറയാണ് ജാക്സൺ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഇപ്പം വേണമെങ്കിലും അവനെ ഇവിടേക്ക് കൂട്ടിയിട്ട് കൊണ്ടുവരാം സത്യം പറയിപ്പിക്കാൻ വേണ്ടിയെന്നൊക്കെ പറയുന്നു. അപ്പോൾ രാഹുൽ പറയണം ഒരുത്തനെ വാടകയ്ക്ക് എടുത്തിട്ട് നീ കള്ളം പറയുകയാണെന്ന്. കിരൺ ആണെങ്കിൽ സരയുവിനോട് ചോദിക്കുകയാണ് ഞാൻ കള്ളം പറയുകയാണോട്, നീ സത്യം തുറന്ന് പറഞ്ഞോളാനൊക്കെ പറയുന്നു. കിരൺ പറയാണ് ജാക്സനെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവരാം, ഇവൾ പറഞ്ഞതൊക്കെ വെറും കള്ളത്തരമായിരുന്നു, ഇവളാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞതും എല്ലാം നാടകമായിരുന്നെന്ന് സൂചിപ്പിക്കുന്നു. കിരൺ പറയാണ് ഇവളുടെ മനസ്സിൽ ഇപ്പോഴും ഞാനാണ്, ഇവളുടെ കല്യാണം ഞാനുമായിട്ട് നടക്കണം, അതിന് കല്യാണിയെ കൊല്ലണം, ഇതൊക്കെയാണ് അവളുടെ ആഗ്രഹം, അതിനുവേണ്ടിയാണ് അവൾ ഓരോന്നും കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ പറയുന്നു. രൂപയാണെങ്കിൽ സരയുവിനോട് ചോദിക്കുകയാണ് ഈ കേട്ടതൊക്കെ സത്യമാണോ എന്ന്. അപ്പോഴാണെങ്കിൽ സരയു ആണെങ്കിൽ ഒന്നും പറയാതെ നിൽക്കുകയാണ്. കിരൺ അപ്പോൾ പറയുന്നുണ്ട് നീ ഇപ്പോൾ സത്യം പറഞ്ഞില്ലെങ്കിൽ പാറു മോളുടെ അച്ഛനോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, ഉടനെ തന്നെ പോലീസ് ഇവിടെ വരുമെന്നൊക്കെ പറയുന്നു. സരയു അപ്പോൾ പറയാണ് എനിക്കിവനെ മറക്കാൻ പറ്റുന്നില്ല എന്ന്. രൂപ അത് കേൾക്കുമ്പോൾ ഒറ്റയടി വെച്ച് കൊടുക്കുകയാണ് മുഖത്ത്.
രൂപയാണെങ്കിൽ സരയുവിനോട് പറയാണ്, നീ കിരണിനെ കിട്ടാൻ വേണ്ടി ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. രൂപ പറയാണ്, ഏട്ടനും ഇതിനെല്ലാം കൂട്ടുനിന്നല്ലേ എന്ന്. അപ്പോൾ ബൈജു പറയാണ്, ബകാസുരനാണെങ്കിൽ സ്വത്ത് കുറച്ച് കൂടുതൽ വേണം, അതിനുവേണ്ടിയാണെന്ന്. രൂപ പറയാണ്, നിങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇത്രയും കരുതിയില്ല, ഇനി നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നു. രൂപ പോയി കഴിഞ്ഞിട്ട് കിരൺ പറയാണ്, ആദ്യമായിട്ട് പെങ്ങൾക്ക് ആങ്ങളെ മനസ്സിലായെന്ന്. ഇനിയുമാണെങ്കിൽ ഒരു ചടങ്ങ് കൂടിയുണ്ട്, ഇവളുടെ വീട്ടിൽ വരെ പോകണം, പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഇന്ന് തന്നെ ഇവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും അടുത്ത പ്ലാൻ ചെയ്യുമെന്നൊക്കെ പറയാണ്. കിരൺ രാഹുലിനോട് പറയണം, നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വത്തുണ്ടല്ലോ, ഇനിയും വേണമെങ്കിൽ തരാം, എന്തിനാണ് ആവശ്യമില്ലാതെ ഇത്രമാത്രം ആർത്തി എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കല്യാണിയും കൊണ്ട് പോവുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് സരയുൻ്റെ അമ്മ പറയുകയാണ്, ഒന്ന് സന്തോഷിച്ച് വന്നതാണ്, എല്ലാം പോയെന്ന്. സരയപ്പോൾ ദേഷ്യത്തോടെ പറയാണ്, ഒന്നും അവസാനിച്ചിട്ടില്ല, ഒന്നും പോയിട്ടുമില്ല, ഇനിയും എൻ്റെ കയ്യിൽ അവസരമുണ്ടെന്ന് പറയുന്നു. അതേസമയം പ്രകാശനോടാണെങ്കിൽ മുത്തശ്ശി പറയാണ്, നമ്മുടെ മകൻ്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ ആകെയുള്ള ഒരാശ്വാസം അവൾ അങ്ങ് പോയല്ലോ എന്ന് ഓർത്തിട്ടാണെന്ന് പറയുന്നു. കല്യാണിയെ കാറിലിരുത്തിയിട്ടാണെങ്കിൽ കിരണും ബൈജു ആണെങ്കിൽ പ്രകാശൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്